ഹലോ, എന്നാണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമാണോ എല്ലാവർക്കും? എന്താ ഇവളിപ്പോൾ ഇവിടെ നിന്നല്ലേ പറയാം. കുറേ നാളാണ് ഞാൻ ഇപ്പോൾ വീഡിയോകളൊക്കെ എടുത്തിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. തിരക്കിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മടിയായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഞാൻ എൻ്റെ വീട്ടിൽ ഏറ്റവും വലിയ മടിച്ചാണ് ഞാൻ ഇതുപോലത്തുള്ള പണിക്കിറങ്ങി തിരിച്ചാലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം എന്താ പറയുക, ആദ്യം വീഡിയോ ഒക്കെ ഇടാൻ ഭയങ്കര ഉന്മേഷവും ഉത്സാഹമൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം പറ്റുന്നില്ല മീൻസ് കണ്ടൻറ്റിൻ്റെ ദാരിദ്ര്യമാണ് ഏറ്റവും പ്രശ്നം. കണ്ടൻറ്റ് കിട്ടുന്നില്ല. ഡേ ഇൻ മൈ ലൈഫ് ഇട്ടു, വാട്ട് എയ്റ്റിൻ്റെ ഡേ ഇട്ടു, ഗെറ്റ് റെഡി വിത്ത് മീ ഇട്ടു, പിന്നെ ഏതാണ്ടൊക്കെ അലക്കുലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടു. പക്ഷേ ഒന്നിനൊരു റീച്ച് കിട്ടുന്നില്ല. റീച്ച് കിട്ടാത്തത് പോട്ടെ, നമ്മൾ നമ്മുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി തുടങ്ങിയതാണല്ലോ. പക്ഷേ എന്തോന്ന് നിങ്ങൾ എടുത്തിട്ട് കാണിക്കുമെന്ന് ഓർത്തുള്ള ഒരു ഇതായിരുന്നു ആ മടിക്കുള്ള കാരണം. പിന്നെ എഡിറ്റ് ചെയ്യണം, കോപ്പിറൈറ്റ് കിട്ടാത്ത പാട്ട് കണ്ടുപിടിക്കണം, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വെറുതെ റെസ്റ്റ് എടുത്ത കേസ്, ഒരു ബ്രേക്ക് എടുത്തു നിങ്ങളുടെ ഇടയിൽ നിന്ന്. പക്ഷേ ഇനിയിപ്പോൾ അതുണ്ടാവില്ല എന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നു. പിന്നെ എല്ലാവരും പറ, എല്ലാവർക്കും സുഖമൊക്കെയാണോ? എനിക്കിവിടെ വലിയ സുഖം എന്ന് പറയില്ല, അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്നു. ഇവിടെ ഇപ്പോൾ ഭയങ്കര ചൂടാണ്. ഒമാനിൽ എനിക്ക് തോന്നുന്നു പറയുന്ന കേട്ടതനുസരിച്ച് ഏറ്റവും ഹയസ്റ്റ് ചൂട്, അതായത് ചൂടുണ്ട്, ചൂടില്ല എന്നല്ല, പക്ഷേ ഹയസ്റ്റ് ഡിഗ്രി, അതായത് ഈ മെയ് മാസമൊന്നും അങ്ങനെ ചൂട് അധികം വരത്തില്ലായിരുന്നു. എങ്ങനെ വരാതിരിക്കും ചൂടൊക്കെ? ഒന്നാമത്തെ കാര്യം, ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ യുദ്ധം, 2 ചൂട്, അതും ഒമാനിലെ വെച്ചിട്ട് റെക്കോർഡ് ചൂട്. ഈ മാസങ്ങളൊന്നും ഇവിടെ അധികം ചൂടുണ്ടാവാറില്ല. എങ്ങനെ വരാണ്ടിരിക്കും? ഞാൻ ആലോചിക്കുമായിരുന്നു. നാട്ടിൽ നിന്നപ്പോൾ സാലറി ഇല്ല, നാട്ടിൽ നിന്ന് സാലറി ഇല്ലെന്ന് പറഞ്ഞ് കുട്ടിയും പറിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ നാട്ടിൽ സാലറി കൂട്ടി. അതുപോട്ടെ, ഇവിടെ വന്ന് സുഖിക്കാൻ കുറേ സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അട്ടർ ചൂട്, യുദ്ധം. ഭാഗ്യമില്ലാത്തവനൊക്കെ വരുമ്പോഴത്തേക്കും മറ്റേ പന്തം പേടിച്ച് പന്തളത്ത് വരുമ്പോൾ പന്തം കൊളുത്തിപ്പടാന്ന് പറയുന്ന പോലെയാണ്. അവിടുന്ന് ദുരിതവും പേര് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ അടുത്ത ദുരിതം. ഇവിടെ എന്തൊക്കെ ദുരന്തം ഞാൻ വന്നതിന് ശേഷം ഉണ്ടായെന്ന് അറിയാമോ? ഐ എം പ്രൗഡ് ഓഫ് ഇറ്റ്. ഓക്കെ, 1 യുദ്ധം, 2 വെള്ളപ്പൊക്കം, 3 ചൂട്. ഇനി അടുത്തത് വരാൻ സമയമുണ്ടല്ലോ. എന്തായാലും ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇത്രയല്ലേ ആയുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത്രയൊക്കെ ഒപ്പിച്ചല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മടി മാറ്റാനുള്ള എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ കമൻറ്റ് ബിലോ. ഓക്കെ, എനിക്ക് ഒടുക്കത്തെ മടിയാന്നേ, ഒരു രക്ഷയില്ല. പക്ഷേ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ മടിയില്ല കേട്ടോ. അല്ല, മടി കാണിക്കാനും പറ്റത്തില്ല, അത് വേറെ കാര്യം. വേറെ ആരുമില്ല പണിയെടുക്കാനായിട്ട്, നമ്മൾ കുറച്ച് പേരൊക്കെ ഉള്ളൂ. കുറച്ച് പേരെ ഡ്യൂട്ടിക്കുള്ളൂ. അവർ തന്നെ പണിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞപ്പോൾ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നടക്കുകയില്ല. പക്ഷേ റൂമിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ തോന്നത്തില്ല. വരിക, കയറി കിടക്കുക, ഉറങ്ങുക, ഇത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇനി തൊട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഒരു പുതിയ കണ്ടൻറ്റുകൾ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയുക, ഞാൻ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കാം. ഓക്കെ, ബൈ ഗൈസ്. നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, പോട്ടെ.